എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 302 പേഷ്യന്റ് പ്രസാദ് അല്ലേ? അതെ. ഡിസ്ചാർജ് ആയി പോയല്ലോ. ആ. അതെ, രണ്ടാളും എന്തോ പ്രശ്നം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് സമയം കുറെയായി. എന്താ നിങ്ങളുടെ പ്രശ്നം? പറയ്. എന്താ താരെ? എന്ത് പ്രശ്നം? ഒന്നുമില്ലേ? ഇല്ല. അത് കള്ളം. രണ്ടാളും തമ്മിൽ എന്തോ ഉണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ആദ്യം കണ്ട ഉന്മേഷമില്ല ഈ ചെക്കന്റെ മുഖത്ത്. ഇപ്പതാ താരയെ കണ്ടപ്പോഴും തഥൈവ. കാരണം ഗൗരവമുള്ളതാണെങ്കിൽ ഈ ചേച്ചി സോൾവ് ചെയ്യാം. ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളെക്കാളും സീനിയർ അല്ലേ? അതിനെന്തിനാ നീ അപ്സെറ്റ് ആവുന്നേ? എന്തു പറ്റിയതാരേ? നിനക്കെങ്കിലും പറഞ്ഞൂടെ? ദേ, രണ്ടും കൂടി എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. ചേച്ചി പറയടാ. ചേച്ചി വിഷമിക്കരുത്. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനെപ്പോഴും അങ്ങനെ തന്നെയാ കേക്കാറ്. ചേച്ചിയോട് ഈ കാര്യം പറയണോ വേണ്ടയോ എന്നറിയാതെ ഉള്ളിലൊതുക്കായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പൊ പറയാതിരിക്കാൻ വയ്യാത്ത സ്ഥിതിയാ. ഒരു ധൈര്യത്തിന് താരെ കൂട്ടുപിടിച്ചത്. ആ മുഖം നീണ്ടുപോകുന്നു ബാബു. അത് പിന്നെ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. ആർക്ക് ആക്സിഡന്റ്? പ്രസാദേട്ടന്. ബാബു, അതേച്ചി, പറസേറ്റി വെച്ച് ഇഷ്ടികയോ മറ്റോ തലേ വീണതാ. പക്ഷേ പേടിക്കാനൊന്നുമില്ല. ഈശ്വരാ. പ്രശ്നമൊന്നുമില്ല ചേച്ചി, സത്യമായിട്ടുമില്ല. സംശയം ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ഈശ്വര, ഈ സമയത്ത് സുമിത്ര അടുത്തുണ്ടായിരുന്നെങ്കിൽ പ്രസാദിന് എന്തൊരു ആശ്വാസമായേനെ. ഇല്ലല്ലോ, പിന്നെ പറഞ്ഞിട്ടെന്തിനാ? നിസാര മുറിവോടെ രക്ഷപ്പെട്ടില്ലേ, അത് തന്നെ ദൈവാധീനം. ഈ കെട്ടിടം പണി നടക്കുന്നിടത്ത് പ്രസാദിന് പോയി നിൽക്കാതിരുന്നൂടെ? അതിനൊക്കെ കമ്പനിയിൽ വേറെ ആൾക്കാരില്ലേ? മണ്ടത്തരം പറയല്ലേ. ഓഫീസ് മുറിയിലിരുന്ന് ഫയൽ നോട്ടം മാത്രമല്ല ഒരു എഞ്ചിനീയറുടെ ജോലി. എന്നിട്ടിപ്പോ കണ്ടില്ലേ? അത് അപകടം എപ്പോഴും എവിടെയും വരാം. ബസ് അപകടം ദിവസം ഉണ്ടാകുന്നില്ലേ എന്ന് കരുതി മനുഷ്യർക്ക് ബസ് യാത്ര വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? പാവം പ്രസാദ് എന്തുമാത്രം വേദന തിന്നുന്നുണ്ടാവും. കോളേജിൽ നിന്ന് വരുന്ന വഴി ഞാൻ ഹോസ്പിറ്റലിൽ കയറി. പക്ഷെ പ്രസാദേട്ടനെ അതിനു മുമ്പേ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ ഉണ്ടായിരുന്നു ഡിസ്ചാർജ് ചെയ്യുമ്പോൾ. പ്രസാദിനെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തു പറഞ്ഞു ഡോക്ടർ? ഒരു 10 ദിവസം റെസ്റ്റ് എടുക്കണം, പിന്നെ മരുന്നുകളും. വിശ്രമമില്ലാത്ത പണിയല്ലേ, കുറച്ചു ദിവസം നന്നായിട്ട് വിശ്രമിക്കട്ടെ. ഹലോ. ആ മോളെ, സുമിത്ര. പേടിക്കാനൊന്നുമില്ല. ഏയ് ഒന്നുമില്ലെന്നേ, ചെറിയ മുറിവേ ഉള്ളൂ. സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നതല്ല. ഇപ്പൊ പ്രസാദ് വീട്ടിലുണ്ട്. ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്തു. ഒന്നുമില്ല മോളെ. അച്ഛൻ നിന്നോട് കള്ളം പറയുവോ? ഒന്നുമില്ലെന്നേ. ആ ശരി ശരി, വിളിക്കാം മോളെ. ശരി ശരി. ഓ സുമിത്ര ആകെ ടെൻഷനില്ല. ഓ,
എന്റെ കുട്ടി ഇതെങ്ങനെ സഹിക്കൂ ഈശ്വര? അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനും നിവൃത്തിയില്ലല്ലോ. അല്ല, ട്രെയിനിങ് നിർത്തി ഇനി വരാൻ പറഞ്ഞാലോ? നീ എന്താ ഭാഗ്യലക്ഷ്മി ഈ പറയുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. മാനേജറെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ആ, മാനേജറുടെ ഫോൺ നമ്പർ തരാം. നീ തന്നെ നേരിട്ടൊന്ന് വിളിച്ചു ചോദിക്ക്. അവളുടെ ഓരോ ചോദ്യങ്ങൾ. എന്റെ ഗുരുവായൂരപ്പ, ആ, ഇതാണ് ഇപ്പൊ വേണ്ടത്, പ്രാർത്ഥന. പ്രസാദേ, ദാ സുമിത്ര വിളിക്കുന്നു. ഹലോ. ഞാനാ പ്രസാദേട്ട. എന്തൊക്കെയുണ്ട്? അതാ ഞാനും ചോദിക്കുന്നത്. പ്രസാദേട്ടന് എന്താ പറ്റിയ? എന്ത് പറ്റാൻ? ഒളിക്കണ്ട, ഞാൻ അറിഞ്ഞു ആക്സിഡന്റിന്റെ വിവരം. ഓ, അപ്പോഴേക്കും തന്റെ ജോലിയിലെത്തിയോ? എനിക്കൊരു മനസമാധാനവും ഇല്ല. പ്രസാദേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. താൻ എന്റെ കാര്യം ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. പ്രസാദേട്ടൻ ആക്സിഡന്റ് ഉണ്ടായിന്നറിഞ്ഞ പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും വേഗം ഡിസ്ചാർജ് ചെയ്യില്ലായിരുന്നല്ലോ. ഇഷ്ടികയുടെ ഒരു പീസ് വീണ് തലയിൽ ചെറിയൊരു മുറിവ്, അത്രേ ഉള്ളൂ. എന്താ സുമിത്ര ഇത്? ടേക്ക് ഇറ്റ് ഈസി. വീട്ടിൽ നിന്ന് പോരുമ്പോ ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണോന്ന്. എന്താ ചിന്തിച്ചോണ്ട് നടന്നത്? താൻ വെറുതെ ഇമോഷണൽ ആവണ്ട. എത്രയും പെട്ടെന്ന് ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങി വരാൻ നോക്കുക. ഓക്കെ? ശരി. ചേച്ചി കഴിക്കുന്നില്ലേ? ചേച്ചി കഴിക്കുന്നില്ലേന്ന്? വിശപ്പില്ലടാ. ആഹാ, ആര് പറഞ്ഞു വിശപ്പില്ലാന്ന്? ഉച്ചയ്ക്ക് ഇത് തന്നെയായിരുന്നില്ലേ പറഞ്ഞത്? ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ നാളെ ക്ലാസ്സിൽ തലയിട്ട് വീഴില്ലേ? ചേച്ചി വെറുതെ അതും ഇതും ആലോചിച്ച് അപ്സെറ്റ് ആകാതെ ആഹാരം കഴിക്കി. പ്രസാദേട്ടൻ അവിടെ അങ്ങനെ ഒരു അവസ്ഥ കിടക്കുമ്പോ എങ്ങനെ ഒരവസ്ഥയിലെന്നാ? പ്രസാദേട്ടൻ തന്നെയല്ലേ ചേച്ചിയോട് ഫോൺ ചെയ്ത് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ടെൻഷൻ വേണ്ടാന്നു. പിന്നെന്താ? അതെന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാവും. എന്തൊരു നിർഭാഗ്യവതിയാ ഞാൻ. ഞാൻ ഇല്ലാത്ത സമയത്ത് തന്നെ പ്രസാദേട്ടൻ ഇങ്ങനെ ഒരു അപകടം വന്നല്ലോ. ചേച്ചി ഉള്ള സമയത്താണെങ്കിലും ഇല്ലാത്ത സമയത്താണെങ്കിലും അപകടം തന്നെയല്ലേ? അത് തടയാൻ ഒക്കൂ? എന്നാലും ഈ സമയത്ത് ഞാൻ അടുത്തുണ്ടാവേണ്ടതല്ല. എന്തൊരു വിധിയായത് ദൈവമേ.
പ്രസാദേ ദേ ഈ കഞ്ഞി കുടിച്ചേ. അമ്മ കോരി തരാം. മതിയമ്മേ, മതിയെന്ന് മരുന്നെല്ലാം കൂടി കഴിച്ച് കഴിച്ച് വായിക്കൊരു രുചിയില്ല, വല്ലാത്ത കയ്പ്. എന്ന് കരുതി ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് നല്ല ക്ഷീണം ഉണ്ടാവും. ക്ഷീണം മാറാൻ കഞ്ഞിവെള്ളം നല്ലതാ. എന്ന് ഡോക്ടർ പറഞ്ഞോ? ഇതൊക്കെ ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ. കഴിക്കേ. മതി ഇത്തിരി കൂടി. മതി. 1 ഔൺസ് പോലും കുടിച്ചില്ലല്ലോ. ഇല്ലെങ്കിൽ ബാക്കി അമ്മ കുടിച്ചോ. അല്ല പിന്നെ ഒരു കാര്യം വേണ്ടാന്ന് തീരുമാനിച്ച പിന്നെ ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാലും എന്റെ മോൻ കേൾക്കില്ലല്ലോ. പിന്നെ ദേവേന്ദ്രന്റെ കഞ്ഞിവെള്ളം കുടിപ്പിക്കലല്ലേ ജോലി. എന്ത് വന്നാലുണ്ട് ഓരോ ഉദാഹരണങ്ങൾ. പിന്നെ ഞാൻ വരുമ്പോ കണ്ണു അടച്ച് ചിരിച്ചോണ്ട് കിടക്കുകയായിരുന്നല്ലോ നീ. ആരെ ഓർത്താ ചിരിച്ചേ? ഞാൻ ആരെപ്പറ്റി ഓർത്തുമില്ല, ചിരിച്ചുമില്ല. അത് കള്ളം. അമ്മ കണ്ടതല്ലേ. അമ്മയ്ക്കറിയാം നീ എന്തിനാ ചിരിച്ചെന്ന്. സുമിത്രയെ ഓർത്തിട്ടല്ലേ? ആ അമ്മയ്ക്ക് അറിഞ്ഞൂടെ നിന്നെ? നേരെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തല്ലുകൂടുമെങ്കിലും ഇപ്പൊ കൺമുമ്പിന്ന് മാറിയപ്പോ വിഷമോ ആലോചനയൊക്കെ ആയി അല്ലേ? പാവം ആ കുട്ടി. ജീവനാ നിന്നെ. നിനക്കത് അറിയാമോ എന്തോ? ഒരു നോട്ടം കൊണ്ട് പോലും അവളെ നോവിക്കരുത്. സത്യത്തിൽ ആ മനസ്സ് കിടന്ന് പിടയ്ക്കുക ഇങ്ങോട്ട് ഓടി വരാൻ. അമ്മയ്ക്കതറിയാം. ദിവസവും 3-4 തവണയാ ഫോൺ വിളിച്ച് നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അവൾക്ക് ഇങ്ങോട്ടുള്ള സ്നേഹത്തിന്റെ 1/4 ഭാഗമെങ്കിലും നിനക്ക് അങ്ങോട്ടുണ്ടോ പ്രസാദേ? ആ കുറച്ച് കഞ്ഞൂടെ തരട്ടെ? ഇത് വലിയ ശല്യമായല്ലോ. വേണ്ട, കുടിക്കണ്ട. ആർക്കാ നഷ്ടം? ഹലോ. ആ യമുനയാ? എവിടുന്നാ? വീട്ടിൽ നിന്ന് തന്നെ. എന്താ വിശേഷിച്ച്? വെറുതെ സുഖവരം അറിയാൻ. അത് നേരിട്ട് വന്ന് അറിഞ്ഞൂടെ? ഫോണിൽ കൂടി പറഞ്ഞ എന്താ കുഴപ്പം? കുഴപ്പമില്ല. പക്ഷെ ഫോണിൽ പറയുന്നതിലും നല്ലതല്ലേ നേരിൽ കണ്ട് കാര്യങ്ങൾ അറിയുന്നത്? ഞാൻ വരണമെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതിയല്ലോ. അതിനെന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടുന്നേ? അതെ, യമുന വരണം. ഞാനിവിടെ വല്ലാതെ ബോറടിക്കുന്നു. ഓക്കേ, ഞാൻ ദാ എത്തിക്കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ആ മോളായിരുന്നു. പ്രസാദേട്ടൻ എങ്ങനെയുണ്ടമ്മേ? നല്ല കുറവുണ്ട്. മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി. ആഹാരം കഴിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ പ്രശ്നം. കഞ്ഞി കൊടുത്താൽ പകുതി ബാക്കി വയ്ക്കും. കുട്ടിക്കാലത്ത് കഥകൾ പറഞ്ഞ അമ്മ മോനെ ഊട്ടാറില്ലേ?
അതുപോലെ നയത്തിൽ ഓരോന്ന് പറഞ്ഞങ്ങ് കഴിപ്പിക്കണം. കുട്ടിക്കാലത്തെ നയൊന്നും ഇപ്പൊ എടുക്കാൻ കഴിയില്ല മോളെ. ആ ഞാനവന് മരുന്ന് കൊടുക്കാൻ പോവുകയായിരുന്നു. കൊടുത്തിട്ട് ഇപ്പൊ വരാം. മോളിരിക്കെ. അമ്മേ, അമ്മ അതിങ്ങി വന്നേ, ഞാൻ കൊടുക്കാം. സുമിത്രേച്ചി ഇല്ലാത്തന്റെ ഗ്യാപ്പ് നികത്താൻ ഒരാള് വേണ്ടേ? സുമിത്ര വരാൻ എത്ര ദിവസം കൂടി ഉണ്ട്? 1-2 ദിവസത്തിനകം വരും. ആളിങ്ങി വന്നു കിട്ടിയാ നിന്റെ ബോറിങ് പകുതി കുറയും. ഇത്തരം അവസ്ഥകളില്ല ഭാര്യമാരെ അടുത്ത് കണ്ടത്. ആ പ്രസാദേട്ടാ, ഏത് ടാബ്ലറ്റ് ഇപ്പൊ കഴിക്കണ്ടേ? പ്രിസ്ക്രിപ്ഷൻ മേശക്കകത്തുണ്ട്, നോക്കിക്കോളൂ.